അപ്പോൾ ഇതൊരു CP+ൻ്റെ IP ക്യാമറയാണ്. ഇതൊരു സാധാരണ ബോക്സിൽ ഔട്ട്ഡോർ ഒരു ക്യാമറ പോളിൽ സെറ്റ് ചെയ്തേക്കണതാണ്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചേർഡ് കേബിളിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു വർക്ക് സൈറ്റിലാണ്. ഒരു ടെക്നീഷ്യൻ വളരെ എളുപ്പമെന്ന് വർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ? ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു CCTV ക്യാമറ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യരുത് എന്നുള്ളതാണ്. CCTV ക്യാമറകൾ പല വലിപ്പത്തിനുണ്ട്. ഇതൊരു ഡോം ക്യാമറയാണ്. ഇതുപോലെ തന്നെ ഇത് മറ്റൊരു ഡോം ക്യാമറയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സൈസ് നിങ്ങൾ നോക്കി, രണ്ട് ഡിഫറെൻറ്റ് സൈസാണ് വരുന്നത്. ഇനി ഇതൊരു ബുള്ളറ്റ് ക്യാമറയാണ്. അതുപോലെ തന്നെ ഇത് മറ്റൊരു ബുള്ളറ്റ് ക്യാമറയാണ്. ഇതിൻ്റെ സൈസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള ക്യാമറകൾക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യസ്ത വലിപ്പത്തിലുള്ള ക്യാമറ ബോക്സുകൾ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ പല സൈസിലുള്ള പല രീതിയിലുള്ള ക്യാമറ ബോക്സുകൾ ഇരിപ്പുണ്ട്. ഇതുണ്ടോ? അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു വലിയ ഡോം ക്യാമറയ്ക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള വലിയ ക്യാമറ ബോക്സുകളാണ്. കണ്ടോ? ഇനി ഇതുപോലുള്ള ചെറിയ ബോക്സിലേക്ക് ചില ആളുകൾ അത് ഫിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടോ? ഇത് കറക്റ്റ് വലിപ്പമാണ്, പക്ഷേ ഇതിനൊരു ഭംഗിയായിട്ട് തോന്നില്ല. കാരണം ഇതൊരു പുട്ടുകുറ്റിരിക്കുന്ന പോലെ ഇങ്ങനെ തള്ളി നിൽക്കും. കണ്ടോ? പക്ഷേ അതേസമയം ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിപ്പമുണ്ട്. നമുക്ക് വളരെ വൃത്തിയായിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു 4x4 ബോക്സ്, ഇതുപോലുള്ള ഒരു 4x4 ബോക്സ് നമുക്ക് സൈഡിൽ അടിച്ചിട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും സെറ്റപ്പ് ചെയ്യാം. അതിങ്ങനെ ഹോളുള്ള ബോക്സ് അല്ല അന്നേരം നമ്മൾ കൊടുക്കുന്നത്. അത് ഹോളില്ലാത്ത 4x4 ബോക്സാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു പോയിന്റിലേക്കാണ്. അതായത് ഇതൊരു ഔട്ട്ഡോർ ബോക്സാണ്. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു റബ്ബർ ബുഷ് കിടപ്പുണ്ട്. ഈ ഒരു ബോക്സ് എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊരു എക്സാക്റ്റ് പ്രൈസ് ഞാൻ പറയുന്നില്ല. കാരണം പല വിലയിൽ പല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ ഒരു 80 രൂപയാണ് റേറ്റ് വരുന്നതെങ്കിൽ ഇതേ മോഡലിൽ തന്നെ വരുന്ന മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റിന് വേറൊരു വിലയായിരിക്കും വരിക. അതുകൊണ്ട് ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ 120 രൂപയോളം കോസ്റ്റ് ഉണ്ട്. അതേസമയം ഇതുപോലത്തെ ഒരു സാധാരണ ബോക്സ് ആണെങ്കിൽ ഒരു 40 രൂപ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്കാണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. ഇതും അതുപോലെ തന്നെ ഏകദേശം ആ ഒരു പ്രൈസിലാണ് വരിക. നമ്മളൊരു വളരെ കുറഞ്ഞ ലെവലിലേക്ക് നമ്മൾ ഇൻസ്റ്റലേഷൻ നോക്കണവർ ഇപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ കൊട്ടേഷൻ കോട്ട് ചെയ്ത് നമുക്ക് ആ വർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ പലരും ഇതുപോലെയുള്ള സാധാരണ ബോക്സ് വെച്ചിട്ട് വെളിയിലേക്ക് ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കുഴപ്പം പറ്റണമെന്ന് വെച്ചാൽ കുറച്ച് നാൾ ആ ക്യാമറ വർക്ക് ചെയ്യുള്ളൂ, അതിനുശേഷം അത് വർക്ക് ചെയ്യില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു CP+ൻ്റെ IP ക്യാമറയാണ്. ഇതൊരു സാധാരണ ബോക്സിൽ ഔട്ട്ഡോർ ഒരു ക്യാമറ പോളിൽ സെറ്റ് ചെയ്തേക്കണതാണ്. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രൂ ഒക്കെ കൊടുത്ത് കറക്റ്റായിട്ട് ഈ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ചുറ്റിനും ഇൻസുലേഷൻ ടേപ്പും അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇൻസുലേഷൻ ടേപ്പ് എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കയറിയതുകൊണ്ടാണ് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാതായത്. ഇപ്പോൾ ഈ ക്യാമറ ഓഫ്ലൈനിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ബോക്സ് അഴിച്ചപ്പോഴാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. കണ്ടോ? അപ്പോൾ ഇതിലിപ്പോൾ ആ ക്യാമറയുടെ ആ ഒരു പവർ കോഡിലെല്ലാം തുരുമ്പെടുത്ത രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ക്യാമറ മാത്രമേ ഉള്ളൂ വെതർ പ്രൂഫ്. നമ്മുടെ കണക്ടറോ കാര്യങ്ങളൊന്നും വെതർ പ്രൂഫോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എന്നാലും IP ക്യാമറയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അമിതമായിട്ട് വെള്ളം കയറാൻ ചാൻസ് ഇല്ല. അതേതിൽ നിന്ന് അഴിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ RJ45 ജാക്ക് ഈ ക്യാമറയെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അഴിച്ചു നോക്കിയപ്പോൾ ക്യാമറയുടെ ഫീമെയിൽ ജാക്കിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അവിടെ ക്ലാവോ കാര്യങ്ങളൊന്നും പിടിച്ചായിട്ട് തോന്നുന്നില്ല. ക്യാമറയിൽ വലിയ പ്രശ്നമില്ല. കേബിളിൽ അടിച്ചിട്ടായിരുന്ന RJ45 ജാക്കിൽ നല്ലപോലെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്യാമറ കണക്ട് ചെയ്തിട്ടും കിട്ടാതെ പോയത്. അപ്പോൾ ഇനി ഈ ഒരു ജാക്ക് മാറ്റിയിടിച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ എന്താണെങ്കിലും വർക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. കാരണം വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല.
അപ്പോൾ ആ ഒരു ക്യാമറ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ബോക്സ്, ഒരു ഔട്ട്ഡോർ ബോക്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്യാമറയ്ക്ക് ആ ഒരു കംപ്ലയിൻറ്റ് എന്താണെങ്കിലും ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും വെള്ളം കയറാനുള്ളൊരു ചാൻസ് ഇല്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കണ്ടോ ഒരു റബ്ബർ ബീഡിങ് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ വെള്ളത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ കേബിൾ എടുക്കണമെന്ന് വെച്ചാൽ ഇതുപോലുള്ള റബ്ബർ ബുഷ് ഇവിടെ കണക്ട് ചെയ്ത ശേഷം ഈ ഒരു റബ്ബർ ബുഷിനകത്ത് ചെറിയൊരു ഹോൾ ഇവിടെ അടിക്കും. എന്നിട്ട് ആ വയറ് നമ്മൾ ഇടുന്നത് ഇതിൻ്റെ അടിയിലൂടെ മാത്രമായിരിക്കും ആ കേബിൾ ഇതിലേക്ക് കയറുക. അതുണ്ടോ, ഇതിൻ്റെ അടിയിലൂടെ ആയിരിക്കും കേബിൾ കയറണം. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മുകളിലൊന്നും വെള്ളം വീണാൽ പോലും ഈ വെള്ളം ഒരിക്കലും ഇതിൻ്റെ ബോക്സിൻ്റെ അകത്തേക്ക് കയറില്ല. ആ ഒരു രീതിയിലായിരിക്കും സെറ്റപ്പ് ചെയ്യുന്നത്. ഈ ഒരു റബ്ബർ ബുഷിൻ്റെ കൂടുതൽ വന്നേക്കണം അഡീഷണലായിട്ട് ഒരെണ്ണോടെ ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങൾക്കും നല്ല ക്വാളിറ്റി കസ്റ്റമർക്ക് കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കൊട്ടേഷനിൽ അത് കാണിക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റിയിലേക്ക് കസ്റ്റമർ പോകുമ്പോൾ കസ്റ്റമർക്ക് ഇതുപോലെയുള്ള സാധനങ്ങളെപ്പറ്റി യാതൊരു ധാരണയില്ല. അവർ ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് ജസ്റ്റ് പ്രൈസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലുള്ള സാധാരണ ബോക്സുകളാണ് കൊട്ടേഷനിൽ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ കസ്റ്റമർ ചോദിച്ചു വന്നാൽ മാത്രമേ ഉള്ളൂ അത് ഇതുപോലെയുള്ള ബോക്സുകൾ ഉൾപ്പെടുത്താറുള്ളൂ. അപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ 1-2 വീഡിയോകളിലിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലുള്ള ബോക്സുകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഔട്ട്ഡോർ ബോക്സ് മതി എന്ന് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള ബോക്സുകളും പല വീടുകളിലും വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വെക്കണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ബോക്സ് ഞാൻ പറഞ്ഞത് മഴ നനയുന്ന സ്ഥലത്ത് വെക്കുന്ന കാര്യമാണ്. മഴവെള്ളം ഡയറക്റ്റ് വീഴാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സാധാരണ ബോക്സുകളുടെ ആവശ്യമേ വരുന്നുള്ളൂ. അത് നമുക്ക് 2 രീതിയിൽ വരുന്നുണ്ട്. ഇതുപോലുള്ള റൗണ്ട് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, ഇതുപോലെയുള്ള സ്ക്വയർ ബോക്സുകൾ അവൈലബിൾ ആണ്. ഏത് ബോക്സ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ മഴ നനയുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഔട്ട്ഡോർ ബോക്സുകൾ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും ക്യാമറയുടെ ലൈഫ് കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ബ്ലാക്ക് PVC കോൺഡ്യൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വൈറ്റ് PVC കോൺഡ്യൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതുപോലെയുള്ള പ്രോപ്പറായിട്ടുള്ള എൽബോയും ബെൻഡും അതുപോലെ കപ്ലിങ്ങും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതെന്ന് വെച്ചാൽ ഔട്ട്ഡോർ നമ്മൾ വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ISI മാർക്കുള്ള കോൺഡ്യൂട്ട്സ് ആയിരിക്കും യൂസ് ചെയ്യണം. ഇതിപ്പോൾ 25 mm PVC പൈപ്പാണ്. അതുപോലെ തന്നെ ഇത് 20 mm PVC പൈപ്പാണ്. നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള നല്ല ക്വാളിറ്റിയുള്ള പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് അത് ഈട് നിൽക്കുന്നതായിരിക്കും. അത് മാത്രമല്ല പൈപ്പുകൾ നമ്മൾ സോൾവെൻ്റ് ഇട്ട് കൂട്ടി ഒട്ടിച്ച ശേഷം മാത്രമായിരിക്കും ഇതുപോലെയുള്ള എൽബോയോ ബെൻഡോ കപ്ലിങ്ങോ എല്ലാം നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ എനിക്കറിയാം എന്താണെങ്കിലും നമുക്ക് വളരെ കുറച്ച് കസ്റ്റമേഴ്സിനെ മാത്രമേ കിട്ടുള്ളൂ. ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്ന കസ്റ്റമറിനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എങ്കിൽ കൂടി നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് മാക്സിമം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വർക്ക് കിട്ടിയാൽ പോരാ, നമ്മൾ ചെയ്യുന്ന വർക്കിൽ കസ്റ്റമർ 100% ഹാപ്പി ആവണം. നാളെ നമുക്കൊരു സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു ഇഷ്യൂ വരരുതെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചേർഡ് കേബിളിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു വർക്ക് സൈറ്റിലാണ്. ഒരു ടെക്നീഷ്യൻ വളരെ എളുപ്പം വർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ. അപ്പോൾ ഫ്ലെക്സിബിൾ ഹോസും പൈപ്പും തമ്മിൽ കൂട്ടി ഒട്ടിച്ചിരിക്കുന്നത് ഒരു കപ്ലിങ് യൂസ് ചെയ്യാതെയാണ്. വെറുതെ ഒരു ടേപ്പ് ഒട്ടിച്ച് ചുമ്മാ വെറുതെ ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു കാണില്ല. പക്ഷേ പിന്നീട് അവിടെ വെള്ളം വന്ന് ഈ വയർ മുഴുവൻ ചീത്തയായി പോയിട്ടുണ്ട് കണ്ടോ. ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതിങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും വെയിലും മഴയും കൊണ്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ പൈപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ആ ഭിത്തിയിലൂടെ അടിച്ചത് പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ പണി വേഗം തീർത്തിട്ട് ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഏത് ടെക്നീഷ്യനും ഈ ഒരു പണിയായിരിക്കും നമ്മുടെ വർക്ക് സൈറ്റുകളിൽ കാണിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്തൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാമറ ഒരു BNC കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കോയാക്സൽ കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ DVRലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ക്യാമറയുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ മെക്കാനിസം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ CCTV ക്യാമറയുടെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിരിച്ചിങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുന്ന കൊടുക്കുന്നത് മാത്രമാണോ? തീർച്ചയായിട്ടും അതല്ല. നിങ്ങൾക്കറിയാം ഒരു വൈഡ് ഏരിയയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാമറയും ഒരു നാരോ ഏരിയയിൽ സെലക്ട് ചെയ്യുന്ന ക്യാമറയും രണ്ടാണ്. ഒരു റോട്ടിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാമറ ഒരു ഫ്ലാറ്റിൽ വയ്ക്കുന്ന ക്യാമറയും ഡിഫറെൻ്റ് ആണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത് ഒരു വീടിൻ്റെ പുറത്ത് വയ്ക്കുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ക്യാമറകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ക്യാമറയുടെ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഇത്രയും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മോഡൽ ക്യാമറ മാത്രം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. പല രീതിയിലാണ് ക്യാമറകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
അത് 2.8 mm ലെൻസ് മുതൽ 13 mm ലെൻസ് വരെയാണ് സാധാരണ നമുക്കൊരു ഡൊമസ്റ്റിക് യൂസിന് കിട്ടുന്ന ടൈപ്പ് ക്യാമറകൾ. ഇനി അത് മാത്രമല്ല, വെരി ഫോക്കൽ ക്യാമറകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ക്യാമറകളുണ്ട്. ഇനി അതുകൂടാതെ റോഡിലുള്ള വണ്ടികളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ANPR ക്യാമറകളുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം ക്യാമറകൾ, 100 കണക്കിന് വെറൈറ്റി ക്യാമറകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യഥാർത്ഥത്തിൽ ഒരു ബെസ്റ്റ് ടെക്നീഷ്യൻ ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, രണ്ടാമതായിട്ട് നമ്മൾ ഏത് രീതിയിൽ അത് ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അത് ഏത് രീതിയിൽ അതിൻ്റെ സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെല്ലുമ്പോൾ ചില ആളുകൾ പറയണമെന്ന് വെച്ചാൽ എനിക്കിതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ ധാരണ എന്നാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, CCTV ക്യാമറകൾ നല്ല ഈ ഒരു IT ഫീൽഡ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡാണ്. നമ്മളെല്ലാവരും ഇതിനകത്ത് ശരിക്കും പറഞ്ഞ വിദ്യാർത്ഥികൾ തന്നെയാണ്. അല്ലാതെ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ല. അപ്പോൾ ഞാനും എനിക്കറിയില്ലാത്ത കാര്യങ്ങളും ഇതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ CCTV ക്യാമറകൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പോലെയോ ഒരു AC ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പോലെയോ ഇനി അതുകൂടാതെ ഒരു ടെലിവിഷൻ സെറ്റ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന പോലെ അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മളൊരു ക്യാമറ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ 6 mm ലെൻസ് ആണോ 8 mm ലെൻസ് ആണോ വേണ്ടതെന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു സ്ഥലം കണ്ടിട്ടാണ്. അത് മാത്രമല്ല, ഈ എത്ര ഹൈറ്റിൽ ആ ക്യാമറ വെച്ചാലാണ് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യിക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ടെക്നീഷ്യന് മാത്രമേ യഥാർത്ഥത്തിൽ മനസ്സിലാവുള്ളൂ. പല വിദേശ രാജ്യങ്ങളിലും CCTV ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അംഗീകാരമുള്ള ഏജൻസികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏത് കുറ്റകൃത്യം നടന്നാലും അവിടെ എല്ലാം ഏറ്റവും ആദ്യം പോലീസ് ചെക്ക് ചെയ്യുന്ന ഒരു തെളിവെന്ന് പറയുന്നത് CCTV ക്യാമറകളാണ്. ഇത്രയും പ്രധാനപ്പെട്ട ജീവനും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ CCTV ക്യാമറകളുടെ ഇൻസ്റ്റലേഷനിൽ അറിയില്ലാത്ത ആളുകൾ ഒരുപാട് കടന്നു വരുന്നതാണ് ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ തെളിവുകൾ നമുക്ക് കിട്ടാതെ പോകുന്നത്. അപ്പോൾ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചിട്ടും പലപ്പോഴും പല തെളിവുകളും കിട്ടാറ് പോലുമില്ല. കാരണം കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുകയോ അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള സർവീസ് കൊടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് പല ക്യാമറകളും പ്രവർത്തനരഹിതമായിട്ട് പലരുടെയും വീടുകളിലും ഓഫീസുകളിലും ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആര് ചെയ്യുന്നു അവരെ കൊണ്ട് ചെയ്യിക്കുക. നിങ്ങൾക്കറിയാം, ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഒന്നല്ല. നമുക്ക് എന്ത് സാധനമാണെങ്കിലും പല പല ക്വാളിറ്റികളിൽ ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി മാത്രം നോക്കിക്കൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. സർവീസ് ക്വാളിറ്റിയും കൂടെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരാളും അതുപോലെ ഇൻസ്റ്റലേഷൻ ആഗ്രഹിക്കുന്ന ഒരാളും തീർച്ചയായിട്ടും ഉറപ്പാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു CCTV ക്യാമറ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊരു ജിയോഫൈ എന്ന് പറഞ്ഞൊരു ഡിവൈസിൻ്റെ ബാറ്ററിയാണ്. ഇത് നിങ്ങൾക്കറിയാം, ഇത് സാധാരണ രീതിയിൽ ഇരിക്കുമ്പോൾ ഈ ഒരു വണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഇത് അങ്ങോട്ട് വീർത്ത് പൊട്ടാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ജിയോഫൈ എന്നുള്ള ആ ഒരു ഡിവൈസ് ആയിരിക്കും ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ആ ബാറ്ററി ഡിസൈൻ ചെയ്തേക്കണമെന്ന് വെച്ചാൽ 24 മണിക്കൂറും നമ്മൾ പവറിൽ കണക്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ ആ ബാറ്ററി വീർത്ത് വന്നത്. അല്ലാതെ ഇത് ജിയോയുടെ അല്ലെങ്കിൽ ഡിവൈസ് നിർമ്മിച്ചതിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിലും ഏത് നേരവും 24 മണിക്കൂറും ചാർജിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഇതുപോലെ ബൾജ് ചെയ്ത് വീർത്ത് പൊട്ടാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊരു ഡിവൈസും മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാനുഫാക്ചർ അതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യണം എന്നുള്ളത്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത് കറക്റ്റായിട്ടല്ല ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പർപ്പസ് നടക്കാതെ ആ സിസ്റ്റം ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെറുതെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാറ്ററി നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.